ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രമുഖനായ നേതാവ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ഇന്നലെ പറഞ്ഞത് ഗുരുവായൂരിൽ കെ.എൻ.എ. ഖാദർ ജയിക്കണം, തലശ്ശേരിയിൽ ഷംസീർ ഒരു കാരണവശാലും ജയിക്കരുത്. ഈ 3-2 മണ്ഡലമാണിത്. അതായത് UDFൻ്റെ വിജയത്തിനു വേണ്ടി BJP സ്ഥാനാർത്ഥികൾ വേണ്ടതില്ല എന്ന്, സ്ഥാനാർത്ഥി തന്നെ വേണ്ട എന്ന് കണക്കാക്കി ഒരു സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോകുന്നതിനിടയാക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കി വെച്ച 3 മണ്ഡലം, അതിൽ 2-നെക്കുറിച്ചാണ് ഇപ്പോൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് പരസ്യമായി പറയുകയാണ്. അതായത് UDF സ്ഥാനാർത്ഥികൾ ഈ 2 മണ്ഡലത്തിലും ജയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നാക്കുപഴിയായൊന്നും സംഭവിച്ചതല്ല. ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനല്ല ഇദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ BJPയുടെ പ്രധാനിയാണ്. എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. പരസ്യമായി ഇത്തരം രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ മറ്റു നേതാക്കൾ സാധാരണഗതിയിൽ തയ്യാറാകുന്നുണ്ടാവില്ല. പക്ഷെ അത്രത്തോളം ജാഗ്രത പാലിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല, ഇദ്ദേഹത്തിൻ്റെ രീതി വെച്ച്. അതുകൊണ്ട് അദ്ദേഹം കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. അപ്പോൾ ഉള്ള ഒരു കാര്യം BJP ഇപ്പോൾ സ്വീകരിക്കുന്നൊരു നില അതങ്ങോട്ട് തുറന്നു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണേണ്ടത് O. രാജഗോപാലൻ പറഞ്ഞ ഒരു കാര്യമാണ്. O. രാജഗോപാലൻ പറഞ്ഞത് പ്രാദേശികമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നത് ശരിയാണ്, അതിനിയും വേണം. അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ഇതിൻ്റെ ഭാഗമായി BJPക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ BJP ഒരു ഡീൽ ഉറപ്പിക്കുമ്പോൾ BJPയുടെ ഗുണം ഏതായാലും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നിയമം വിജയിച്ചു വരാൻ BJPക്ക് സാധിച്ചു. BJPക്ക് അതിന് വിഷമമുണ്ടായില്ല. തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വോട്ട് നൽകാൻ. ആദ്യമായിട്ട് അക്കൗണ്ട് നിയമസഭയിൽ തുറക്കാൻ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സഹായത്തോടെ BJPക്ക് കഴിയുക എന്നുള്ളത് രാജഗോപാൽ പറഞ്ഞതുപോലെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോഴത്തതിൻ്റെ പിന്നിലെന്താ? ഇതൊക്കെ ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പോൾ K.N.A. ഖാദർ എന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിച്ചു വരണം എന്ന് BJP ആശീർവാദത്തോടെ പരസ്യമായി സംസാരിക്കുന്നത്
ലീഗിൻ്റെ ഗുണത്തിനോ UDFൻ്റെ ഗുണത്തിനോ വേണ്ടിയാണ് എന്ന് കാണണ്ട. അവരാത്യന്തികമായി അവരുടെ ഗുണമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണിത് കാണിക്കുന്നത്. BJPക്ക് സാധാരണഗതിയിൽ നല്ല വോട്ടും കൂടി അവിടെ ഉണ്ടായാൽ ദീർഘകാലമായി ജയിച്ചു വരണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ജനങ്ങൾ സമ്മതിക്കുന്നില്ല. എന്നാൽ കള്ളക്കളിയിലൂടെ BJPയെ ജയിപ്പിക്കാമെന്ന കരാർ ലീഗും കോൺഗ്രസും UDFും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. അതിന് ഈ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കില്ല, മറ്റു പ്രദേശങ്ങളിലും മറ്റു മണ്ഡലങ്ങളിലും പ്രത്യുപകാരം ചെയ്യാം എന്ന നില BJP സമ്മതിച്ചിട്ടുമുണ്ടാകും. ഇവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകമായി എടുത്തു പറയാൻ ഇടയാക്കത്തക്ക രീതിയിൽ BJPയുടെ പിന്തുണ ആർജിക്കത്തക്ക രീതിയിലുള്ള BJP പ്രീണന പരസ്യ നിലപാടുകൾ സ്ഥാനാർത്ഥിയായി പോയപ്പോൾ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് BJP വോട്ടർമാർക്ക് കൂടി സ്വീകാര്യനാവണമെന്ന ധാരണയിലാണ്. അതിൻ്റെ തന്നെ ഭാഗമായാണ് പൗരത്വ നിയമ ഭേദഗതി കേരളം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം കൂടി ഒപ്പിട്ട് അദ്ദേഹം കൂടി പിന്താങ്ങി നിയമസഭ പാസാക്കിയ പ്രമേയം നിലനിൽക്കുന്നു. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി ജനങ്ങൾ ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതിന് എല്ലാ സഹായവും ലീഗ് ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ പരസ്യ പ്രകടനങ്ങൾ വേറെ, പിന്നീടുള്ള ഈ നിലപാട് ഒന്നുകൂടി അടിവരയിട്ട് തങ്ങളുടെ തന്നെ നിലപാടിനെ തള്ളിക്കൊണ്ട് BJP നിലപാടിനെ പരസ്യമായി സ്വീകരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതിന് മടിയില്ലാത്തവരാണ് കോൺഗ്രസും ലീഗും UDFും എന്നത് കഴിഞ്ഞകാല സംഭവങ്ങൾ തെളിയിച്ചതാണ്. ആ നിലക്ക് പച്ചയായൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കാണേണ്ടത് പഴയ കോലീബി സഖ്യത്തിൻ്റെ വിശാലമായൊരു രൂപമാണിത്. നേരത്തെ അത് ചില മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ തോതിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊരു തെരഞ്ഞെടുപ്പിലുണ്ടാക്കുന്ന ധാരണ എന്നതിലുപരി കേരളം ഇപ്പോൾ ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ട്. കേരളം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ശരിയായൊരു ദിശാബോധം വെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ നീങ്ങുന്നത്.
അങ്ങനെ വന്നാൽ കാലാനുസൃതമായ പുരോഗതി കേരളത്തിനുണ്ടാകും. ഇതാകെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ UDFും BJPയും പരസ്പര ധാരണയിലാണ് ഇതേവരെ കാര്യങ്ങൾ നീക്കിയത് എന്നതും ഇപ്പോഴത്തെ ഈ സംഭവഗതികളൊക്കെ വെച്ചുകൊണ്ട് കുറച്ചൊന്ന് പിന്നിലോട്ട് പോയി കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. കേരളത്തിൽ ഇത്തരമൊരു ധാരണ വേണമെന്നും ഒരു രീതിയിലുമുള്ള അസ്വാരസ്യം തമ്മിലുണ്ടാകരുതെന്നും നേരത്തെ തന്നെ രണ്ട് നേതൃത്വങ്ങളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അതിൻ്റെ ഒരു ഉദാഹരണം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ യോജിച്ച് പ്രക്ഷോഭം നടത്താം എന്ന സർക്കാർ നിർദ്ദേശം കോൺഗ്രസും UDFും തള്ളിയത് തന്നെയാണ്. യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന നടപടിയെ അത്ര ശക്തമായി LDFിനോടൊപ്പം ചേർന്ന് എതിർക്കേണ്ടതില്ല എന്നൊരു സമീപനം, ഒരു മയപ്പെടുത്തൽ ആ കാര്യത്തിൽ അപ്പോഴേ സ്വീകരിച്ചു. കേരളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ കേന്ദ്രം ഒരു ഘട്ടത്തിലും ശരിയായ നിലപാടല്ല എടുത്തത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പ്രളയകാലത്ത് കേരളം തകർന്നു പോവുകയായിരുന്നു. അപ്പോൾ കേരളത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കേരളത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, അതായത് ലോകരാഷ്ട്രങ്ങളടക്കം ചിന്തിക്കുകയാണ്, സഹായിക്കാൻ തയ്യാറാവുകയാണ്. നമുക്ക് ഫലപ്രദമായ സഹായം ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. പക്ഷേ അത്തരത്തിൽ സഹായം ലഭിച്ചില്ല. അങ്ങനെ ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ വിമർശനം ഉന്നയിക്കും. അത് ശരിയായില്ല എന്ന് പറയും. ഖമ എന്നൊരക്ഷരം കോൺഗ്രസിനോ ലീഗിനോ UDFിനോ പറയാൻ തോന്നിയില്ല. എന്താണത്? സംസ്ഥാനമാകെ സർവനാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയല്ലേ. ആ ഘട്ടത്തിൽ കേന്ദ്രം ഉയർന്ന സഹായം നൽകണ്ടേ? നാം പ്രത്യേക പാക്കേജിന് ചോദിച്ചു, പ്രത്യേക സഹായം ഒന്നുമുണ്ടായില്ല. നമ്മുടെ നാടിനെ സഹായിക്കാൻ പലരും സന്നദ്ധമായി. അതായത് പല രാഷ്ട്രങ്ങളും ആ ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി. ആ സന്ദർഭത്തിലും കേന്ദ്ര ഗവൺമെൻറ് പുറംതിരിഞ്ഞു വന്നു. ഒരു സഹായവും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാതെ സഹായം നൽകാൻ ഈ രാഷ്ട്രങ്ങൾക്കോ
സ്വീകരിക്കാൻ സംസ്ഥാനത്തിനോ കഴിയില്ല. രാജ്യം മുഖേനയാണ് വരേണ്ടത്. ആ സമീപനം തീർത്തും നിർഭാഗ്യകരമായതായിരുന്നല്ലോ. എന്തെങ്കിലും അതിനെതിരെ സംസാരിക്കുന്ന ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കാണാൻ നമുക്ക് കഴിഞ്ഞു. ഇതാണ് കേന്ദ്രത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ കോൺഗ്രസും ലീഗും UDF-ഉം ഇവിടെ കളിച്ച കളി ഒരു വല്ലാത്തൊരു മൃദു സമീപനം എന്ന് പറഞ്ഞാലും പോരാ, എതിർക്കാൻ മനസ്സില്ലായ്മ, എതിർത്താൽ എന്തോ വിഷമം വരുമെന്നൊരു ചിന്ത. അപ്പോൾ അത്രത്തോളം അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോഴാണ് ഇതെല്ലാം നേരത്തെ തന്നെ തുടക്കം കുറിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ധാരാളം കാര്യങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും എന്ന തരത്തിൽ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നതാണ്. എന്നാൽ അതിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് നേരത്തെ മുതലേ വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 75% ഉണ്ടായിരുന്നത് 15% എടുത്തു കളഞ്ഞു, 60% കുറച്ചു. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം അത് 2015-16 മുതലാണ് നടപ്പാക്കുന്നത്. അങ്ങനെ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ UDF ഇതേവരെ തയ്യാറായിട്ടില്ല. പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ പദ്ധതിക്കുള്ളത് അത് നിർത്തലാക്കുന്ന നില വന്നിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനായി രാജ്യത്താകെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കളിച്ച കളി, അത്തരത്തിലുള്ള കളികൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഏജൻസികളും തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പൊതുവെ രാജ്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. BJP-യും BJP-യുടെ കൂടെയുള്ളവരും ഒഴികെ. എന്നാൽ കേരളത്തിൽ അതേ കളിക്ക് BJP ഗവൺമെൻറ് സന്നദ്ധമാകുമ്പോൾ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾ കളിച്ച കളി എന്തുകൊണ്ട് ഇവിടെ കൂടുതൽ ശക്തമായി വരുന്നില്ല എന്ന് ആദ്യമേ തന്നെ കേന്ദ്രത്തെ തെര്യപ്പെടുത്താൻ ഉതകുന്ന സമീപനമാണ് ഇവിടെയുള്ള കോൺഗ്രസും UDF-ഉം നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ മറയില്ലാതെ കാര്യങ്ങൾ നീക്കുന്നു. ആ കാര്യത്തിൽ അതിന് തപ്പ് കൊട്ടിക്കൊടുക്കുക എന്നല്ലാതെ ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യം നടക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന് കണ്ടുകൊണ്ട് എതിർക്കാൻ തയ്യാറാകുന്നില്ല. അപ്പം എല്ലാറ്റിലും ഒരു ഒത്തുകളിയാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ രാജ്യം
ഒരു ഫെഡറൽ നിലപാട് അംഗീകരിച്ച രാഷ്ട്രമാണ്. ഇത്തരത്തിലുള്ള ഫെഡറൽ സംവിധാനവും ഭരണഘടനാ മൂല്യങ്ങളും വലിയ തോതിലാണ് ആക്രമിക്കപ്പെടുന്നത്. അത്തരം ഘട്ടങ്ങളിൽ രാജ്യത്തുള്ള BJP ഇതര പാർട്ടികൾ, BJPയോടൊപ്പം നിൽക്കാത്തവർ ആ പ്രശ്നം ശക്തമായി ഉന്നയിക്കേണ്ടതാണ്. എന്നാൽ കോൺഗ്രസ് ആ കാര്യങ്ങളിൽ തികഞ്ഞ മൗനം പാലിക്കുന്നതാണ് പലപ്പോഴും നാം കാണുന്നത്. സാധാരണ ഇപ്പോൾ കേരളത്തിൽ LDFനെ കുറിച്ച് സർവനാശത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള നാശമാണെന്നോ, സർവനാശം എന്ന് പോട്ടെ, ഒരു നാശമാണെന്ന് പോലും പറയാൻ കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഇതേവരെ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് മറന്ന് സംസ്ഥാന താല്പര്യം ഹരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് ഒത്താശ ചെയ്ത് കൊടുക്കുക എന്നത് നാട് മനസ്സിലാക്കുന്നുണ്ടെന്നെങ്കിലും ഇവരറിഞ്ഞാൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, സംസ്ഥാനം ചോദിക്കുന്നത് സംസ്ഥാനത്തിന് നൽകുന്നത്, ഇത് രണ്ടും ചോദിക്കുന്നത് എന്തെങ്കിലും അനർഹമായ കാര്യമല്ല, ഒരു ദയക്ക് വേണ്ടിയല്ല. സംസ്ഥാനത്തിന് ഫെഡറൽ സംവിധാനമുള്ളൊരു രാജ്യത്ത് അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നൽകാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ദയാപൂർവമുള്ള നടപടിയായിട്ടല്ല കാണേണ്ടത്. സംസ്ഥാനത്തിൻ്റെ അവകാശമാണത്. ഇപ്പോൾ കേന്ദ്രത്തിലെ ചില പ്രമുഖർ ഇവിടെ വന്ന് കേരളത്തിന് നൽകിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നൽകിയ കാര്യങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. എന്നാൽ നൽകുന്നത് കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളാണ്. അത് നൽകുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാന തത്വം തന്നെ ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളെ ആകെ അവഗണിച്ച്, സംസ്ഥാനങ്ങളെ പിഴിഞ്ഞ് എല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനമോ ജനാധിപത്യമോ ശക്തിപ്പെടുത്താൻ കഴിയുന്നില്ല. അത് BJPയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ സൗജന്യം നൽകുന്ന നിലയല്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്, ഇപ്പോൾ ലൈഫ് മിഷൻ്റെ ഉദാഹരണം എടുത്താൽ, നമ്മുടെ തദ്ദേശ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, ഇങ്ങനെ ഒട്ടേറെ വകുപ്പുകളുടെ പാർപ്പിട പദ്ധതികളുണ്ട്. അതിൻ്റെ കൂടെ കേന്ദ്ര പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ റൂറൽ പാർപ്പിട പദ്ധതി.
ഇങ്ങനെയുള്ള എല്ലാ പാർപ്പിട പദ്ധതികളെയും ഒരു കുടക്കീഴിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ലൈഫ് മിഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരുമായി, പ്രധാനമന്ത്രിയുമായി തന്നെ നേരിട്ട് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ കേന്ദ്ര പദ്ധതികളും അതിനുള്ള തുകയും ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് കണ്ടത്. ഇപ്പോൾ 2,52,748 വീടുകൾ ഈ മാർച്ച് മാസത്തേക്ക്, മാർച്ച് 10-ാം തീയതി ആകുമ്പോഴേക്ക് കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം, ഈ വിവിധ വകുപ്പുകളുടെ എല്ലാം കൂടിയുള്ള വിഹിതം 1,70,427 വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് കണക്കാക്കിയത്. ഇവിടെ PMAY അർബൻ പ്രകാരം 64,966 വീട്. ഈ പദ്ധതി പ്രകാരം ഓരോ വീടിനും കേന്ദ്ര വിഹിതം എത്രയാണ്? 1,50,000. ബാക്കി 2,50,000 സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. 4 ലക്ഷമാണ് ഒരു വീടിന്. ഈ കേന്ദ്ര വിഹിതത്തിൻ്റെ ഭാഗമായി പൂർത്തിയാക്കി എന്ന് പറയുന്ന വീടുകളിൽ തന്നെ 2.5 ലക്ഷം സംസ്ഥാന സർക്കാർ നൽകുകയാണ്. ഇതേപോലെ തന്നെ ലൈഫ് PMAY റൂറൽ ഇതിന് 17,355 വീടുകളാണ് നിർമ്മിച്ചത്. ഇതിൽ ഓരോ വീടിനുമുള്ള കേന്ദ്ര വിഹിതം 72,000 രൂപയാണ്. 72,000 രൂപ കൊണ്ട് എന്താ വീടാകുക എന്ന് ആലോചിച്ച് നോക്കി. ബാക്കി 3,28,000 രൂപ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് ഓരോ വീടിനും. അപ്പോൾ 8,823 കോടി 20 ലക്ഷം രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതിക്കായി ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നേരിട്ട് 2,190 കോടി 37 ലക്ഷം രൂപ, തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 2,766 കോടി 60 ലക്ഷം രൂപ, ഹഡ്കോയിൽ നിന്നെടുത്ത വായ്പ 2,800 കോടി രൂപ. ഇതെല്ലാം കൂടി ചേർത്ത് സംസ്ഥാനം ചെലവിട്ടത് ആകെ 7,867 കോടി 97 ലക്ഷം രൂപ. ഇതിൽ ലോണിൻ്റെ പലിശ സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. അത് 8.75 പലിശ നിരക്ക്. ഇപ്പോൾ ലൈഫ് പദ്ധതി കേന്ദ്രത്തിൻ്റെ ദാനമാണ് എന്ന് ചില BJP വക്താക്കൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കണക്ക് എന്താണ് എന്ന് ജനം മനസ്സിലാക്കട്ടെ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഏതായാലും ഏത് തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും LDF നടത്തിയ പ്രവർത്തനം, LDF സർക്കാർ നടത്തിയ പ്രവർത്തനം, ഇതെല്ലാം നാടും നാട്ടുകാരും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റേതായ പ്രതികരണം, പ്രതിഫലനം ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുന്ന ആർക്കും കാണാൻ സാധിക്കുക. അത് LDFന് വലിയ ഉത്തേജനമായിട്ട് മാറുകയാണ്. വലിയ പിന്തുണയാണ് ബഹുജനങ്ങളിൽ നിന്ന് LDFന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.
ഏതെല്ലാം ഞാനിപ്പോൾ മണ്ഡലത്തിൻ്റെ പേരങ്ങനെ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൽ നിന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഗുരുവായൂരും തലശ്ശേരിയും ദേവികുളവുമാണ് സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയത്. അത് രണ്ടിടത്തെ പറ്റി ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മറ്റിടത്തും ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ BJPയുടെ ഗുണം കൂടി കണ്ടുകൊണ്ടാണെന്ന് ഓർത്തോളണം. അതേ എനിക്ക് പറയാനുള്ളൂ. തൽക്കാലം ജയിച്ചു വരാൻ ഒരു കൈ സഹായം സ്വീകരിച്ച് കളയാം എന്ന് വെച്ചാൽ BJP അത് വെറുതെ സഹായിക്കാൻ തയ്യാറാകുന്നതല്ല. അവർ കൃത്യമായ ഗൂഢോദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്നതായിരിക്കില്ല ഇത്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്താ? രാജ്യമാകെ കേരളത്തെ ഉറ്റുനോക്കുകയാണ്. കേരളം മതനിരപേക്ഷതയുടെ ഒരു വിളനിലമായിട്ടാണ് കാണുന്നത്. ഈ മതനിരപേക്ഷത ദുർബലപ്പെടുന്ന അവസ്ഥയാണ് വരിക. എങ്ങനെ? വർഗീയ ശക്തിക്ക് കരുത്താർജിക്കാൻ കഴിഞ്ഞാൽ. ഇപ്പം കേരളത്തിൽ വർഗീയ ശക്തികളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കില്ല. കാരണം ശക്തമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷവും LDFും ഉണ്ട്. ഇത് മനസ്സിലാക്കിയ വർഗീയ ശക്തികൾ മറ്റു മാർഗങ്ങളിലൂടെ കരുത്ത് നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി കുറച്ച് വോട്ടുകൾക്കോ ചില്ലറ സീറ്റുകൾക്കോ വേണ്ടി അവരെ ശക്തിപ്പെടുത്താൻ പുറപ്പെട്ടാൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള തരത്തിലുള്ള ആപത്ത് ഈ സംസ്ഥാനത്തിനും വന്നു ചേരും. അത് മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. ഞങ്ങൾ ശക്തമായി തന്നെ പ്രതിരോധിച്ചു പോകും. ഇതേവരെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇനിയും ആ പ്രതിരോധം ആ നിലയിൽ തന്നെ തുറന്നു പോകും. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞത്. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്താ ഉദ്ദേശിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ പറ്റില്ല. അതൊക്കെ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പം അത് നാട്ടിലൊരു വിഷയമല്ല. ഇപ്പോൾ ഇന്ന് ശബരിമലയിലെ ഉത്സവം അവസാനിച്ച ദിവസമാണെന്ന് തോന്നുന്നു. ശാന്തമായി എല്ലാവരും അവിടെ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു പ്രചരണവും ആ വിശ്വാസികളെ ബാധിച്ചിട്ടില്ല. നമ്മളവിടെ വിശ്വാസികൾക്ക് കൃത്യമായി പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കുറേ മാസങ്ങളായി വർഷങ്ങളായി ഒരു പ്രശ്നം അവിടെയില്ല. അതിൻ്റെ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. എങ്ങനെ? ശബരിമല നിങ്ങൾക്കൊരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ശബരിമല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ട് ഇങ്ങനെ അറന്നറന്ന് വരുമെന്നാണ്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോക്കിയില്ലേ? എന്തെങ്കിലും ഗുണം കിട്ടിയോ? അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. അതൊന്നുമില്ലാതെ പഴയ പാട്ട് തന്നെ പാടി നടന്നാൽ നാട്ടുകാരത് സ്വീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കുള്ള മറുപടിയാണ്. നിങ്ങൾ ഉദ്ദേശമുണ്ടല്ലോ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക്, ചില മാധ്യമങ്ങൾക്ക് ഇത്തരം ചില പ്രശ്നങ്ങൾ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരണമെന്നുണ്ടല്ലോ. ഉയരുന്നുണ്ടോ? വല്ലാതെ കടഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നാട് സ്വീകരിക്കുന്നുണ്ടോ? അതെങ്കിലും മനസ്സിലാക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ അടക്കം വിശ്വാസ്യതയാണ് തകരുന്നതെന്ന് മനസ്സിലാക്കണം. ഒരിക്കലുമല്ല. ഞങ്ങൾ കേന്ദ്ര ഏജൻസികൾക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ എതിരായിട്ടല്ല. ഒരു കേന്ദ്ര ഏജൻസി പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരമാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ
ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല. ചില ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതിന് തെളിവുകളടക്കം വരികയാണ്. ഈ തെളിവുകളോടെ കാര്യങ്ങൾ വന്നിട്ടും ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്ന് വന്നാൽ എത്രമാത്രം പരിഹാസ്യമാകുന്നത്. നിങ്ങൾ എന്തിനാ പിന്നെ നിയമവാഴ്ചയുള്ള രാജ്യമാണെന്ന് പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഉള്ളറകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുറത്തു വരുന്നതിന് എന്താണ് നല്ലത്? ഒരു ഭാഗം നിയമപരമായുള്ള നടപടികൾ അതിന് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനിടയാക്കിയ മറ്റു വശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പുറത്തു വരാൻ ഏറ്റവും നല്ലത് ജുഡീഷ്യൽ അന്വേഷണമാണ് എന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ അതിന് തയ്യാറായിട്ടുള്ളത്. ഒരു നിയമവിരുദ്ധ നടപടിയും അതിലില്ല. ഒരു ഫെഡറൽ തത്വത്തിന് ലംഘനവുമില്ല. നമ്മുടെ രാജ്യം ഒരു നിയമവാഴ്ചയുള്ള രാജ്യമെന്ന നിലക്ക് നിയമവിരുദ്ധമായി ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥ ഉദ്ദേശം. ഈ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയായിരുന്നു? ഓർമ്മയില്ലേ? കേരള സർക്കാർ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയായിരുന്നു? അത് തന്നെ ഓർത്തോണ്ടിരിക്കണം. ആ സ്വർണ്ണക്കടത്ത് ഇവിടെ കടത്തിയ ആളില്ലേ? പുറത്തുനിന്നാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതിങ്ങോട്ട് അയച്ചയാളില്ലേ? ഇവിടെ വന്നു. ഈ സ്വർണം ആരുടെ കയ്യിലാണോ എത്തിയത് അവരില്ലേ? ഇവരെ കണ്ടെത്തിയോ? ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഉറവിടവും അന്തിമ ഉപഭോക്താവും എല്ലാം കണ്ടെത്തുന്നതിന് ഫലപ്രദമായ സമഗ്രമായ അന്വേഷണം വേണം എന്നാണ്. അന്വേഷണം ആദ്യം നല്ല രീതിയിൽ തന്നെ നടന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നടന്നത്. ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്നോട് നിങ്ങളെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ചില അന്വേഷണങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, മറ്റു കാര്യങ്ങളുണ്ടല്ലോ. നല്ല അന്വേഷണമാണ് നടക്കുന്നത്, കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. അത് അന്വേഷണ ഏജൻസികൾക്ക് പലതും അന്വേഷിക്കേണ്ടതായിട്ട് വരും. അവരന്വേഷിക്കട്ടെ എന്ന നിലയാണ് അപ്പോഴൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്വേഷണം നടന്ന് അന്വേഷണ ഏജൻസികൾ പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ വരുമല്ലോ. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ, എന്നാൽ അയാൾ BJPക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അയാളുടെ അടുത്തേക്ക് അന്വേഷണം എത്തി. സ്വാഭാവികമായിട്ട് അവർ വിളിപ്പിച്ചു, ചോദിച്ചു. ആ ചോദ്യങ്ങൾ വന്നപ്പോൾ അസുഖകരമായ ചില ഉത്തരങ്ങൾ വന്നു. ആർക്ക് അസുഖകരം? രാജ്യത്തെ BJPക്ക് അസുഖകരമായിട്ടില്ലേ? ചില പ്രധാനികളുടെ പേരതിനകത്ത് വന്നു. ഏതുമായി ബന്ധപ്പെട്ടാണ്? സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ വന്നപ്പോൾ ഇനി ആ വഴിക്കങ്ങ് നീങ്ങിയാൽ തങ്ങൾക്ക് പൊള്ളും എന്ന് മനസ്സിലായി. അതാണോ ചെയ്യേണ്ടത്? അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? അവിടെ നിർത്തി ആ ഉദ്യോഗസ്ഥനെ രാക്ക് രാമാനം സ്ഥലം മാറ്റി അന്വേഷണം വേറെ വഴിക്ക് തിരിച്ചു വിട്ടു. അതിൻ്റെ ഭാഗമായാണ് പിന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അവിടെയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ പറ്റുമെന്നുള്ള നീക്കങ്ങൾ ശക്തമായി ആരംഭിക്കുന്നത്. എന്നാൽ വേറൊരു ഭാഗമുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചിലത് തുടക്കം മുതലേ ഈ വഴിക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന് വല്ലാതെ ഈ അന്വേഷണ ഏജൻസികളെ പ്രലോഭിപ്പിക്കുന്നുണ്ടായിരുന്നു. അതും ഒരു ഭാഗത്തുണ്ടായിരുന്നു. തെറ്റായ ട്രാക്കിൽ അന്വേഷണം പോകുന്നു എന്ന് വന്നപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ തന്നെ അറിയിച്ചു. ഇത് തെറ്റായ രീതിയിലാണ് പോകുന്നത്, ഇന്നതെല്ലാമാണ് നടക്കുന്നത്.
ഇത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് തന്നെ കത്തയച്ചു. കുറച്ച് ഫലം അതിനുണ്ടായി എന്നാണ് എൻ്റെ ധാരണ. അതായത് പെട്ടെന്ന് ആ വഴിക്കുള്ള നീക്കങ്ങളിൽ ഒരു ചെറിയൊരു തടസ്സം പോലെ കണ്ടു. അങ്ങനെ വല്ലാതെ നീങ്ങുന്ന അവസ്ഥ മാറുന്നത് കണ്ടു. തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ആ രാഷ്ട്രീയം നീങ്ങി വരികയാണ്, പുറത്തു വരികയാണ്. അതിൻ്റെ ഭാഗമായി മറ്റു പല കാര്യങ്ങളും എടുക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം അന്വേഷിച്ച ഏജൻസി മോശപ്പെട്ട ഏജൻസിയല്ല, NIA ആണ്. അവർ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു ചില ഏജൻസികൾ രംഗത്ത് വരുന്നത്. നേരത്തെ അവരുണ്ട്, പക്ഷെ അവരെ ആ തരത്തിൽ ഉപയോഗിക്കുന്ന നിലയുണ്ടാകുന്നത് അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ തെറ്റായ വഴിക്ക് സഞ്ചരിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നില ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായ ഗൂഢോദ്ദേശമാണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. അതിൻ്റെ ഭാഗമായി സ്പീക്കറെ പോലുള്ള ഒരാളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ, നിങ്ങൾ അറിയണ്ടേ കാര്യങ്ങൾ. തെറ്റായ ഒരു ഇടപെടൽ ലൈഫ് മിഷനെതിരെ വന്നു അന്വേഷണ ഏജൻസിയിൽ നിന്ന്. അതുമായി ബന്ധപ്പെട്ട് നിയമസഭയുടെ അവകാശമാണ് ലംഘിക്കുന്നത് എന്ന നിലപാടെടുത്തുകൊണ്ട് ചില നിയമസഭാംഗങ്ങൾ അതിൻ്റെ പ്രിവിലേജ് പ്രശ്നം ഉന്നയിച്ചു. പ്രിവിലേജ് കമ്മിറ്റി ആ പ്രശ്നം എടുത്തു. അപ്പോൾ പ്രിവിലേജ് കമ്മിറ്റിക്ക് അതിന് അവകാശമുണ്ട്. പക്ഷേ ഇവർ കണ്ടത് അതിനെല്ലാം മൂലകാരണക്കാരൻ സ്പീക്കറാണെന്നാണ്. എന്നാൽ നിങ്ങളൊരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ മറ്റു കാര്യം എന്ന തരത്തിൽ ഇല്ലാ കഥകളങ്ങ് തുടങ്ങുകയാണ്. എന്തെല്ലാമായിരുന്നു പ്രചരിപ്പിച്ചത്? ഗോസിപ്പുകളല്ലേ പുറത്ത് വിട്ടിരുന്നത്. ഇപ്പം എവിടെയെത്തി? ഞങ്ങൾ നേരത്തെ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഞങ്ങളുടെ പൊതുജീവിതത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് ഈ അന്വേഷണ ഏജൻസികൾ കരുതണ്ട. അതങ്ങനെ തകർക്കാൻ കഴിയുന്ന ഒന്നല്ല. യഥാർത്ഥ കാരണം ഈ തരത്തിലാണ്. അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രിവിലേജ് പ്രശ്നം നിയമസഭ എടുത്തു എന്ന് വന്നപ്പോൾ നിയമസഭയുടെ സ്പീക്കറായാൽ പോലും നിങ്ങളെ വിടില്ല എന്ന നിലപാടിലേക്ക് ഈ ഏജൻസി അതിലുള്ള ചില ഉദ്യോഗസ്ഥർ എത്തി എന്നുള്ളതാണ് കാണാൻ കഴിയുക. അതിനാവശ്യമായ രാഷ്ട്രീയ പരിരക്ഷ BJPയുടെ ചില കേന്ദ്രങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മുടെ സമയമായിപ്പോയതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഇനി വേണ്ട.